ദേശീയ പതാക ഉയർത്തുന്ന ചടങ്ങിൽ വന്ദേമാതരം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതിന് സോണിയാഗാന്ധി പരസ്യമായി മാപ്പ് പറയണമെന്ന് BJP ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ ദേശീയഗീതം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതിന് നിയമ നടപടി സ്വീകരിക്കുമെന്ന് BJP നേതാക്കൾ പറയുന്നു. വന്ദേമാതരം പാടാറില്ല എന്നതാണ് കോൺഗ്രസ് നയമെന്ന് രാഹുൽ ഗാന്ധി സേവാദൾ പ്രവർത്തകരോട് പറയുന്ന ദൃശ്യങ്ങൾ നിഷികാന്ത് ദുബെ MP പുറത്തുവിട്ടു. വിവരങ്ങളുമായി ജിഷ്ണു ചേരുകയാണ്. ജിഷ്ണു, ചെറുതായൊന്നുമുള്ള പുലിവാലല്ല ഈ വന്ദേമാതരം ആലാപനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പിടിച്ചിരിക്കുന്നത്. പലതരത്തിലുള്ള ന്യായീകരണമൊക്കെ പറഞ്ഞുവെങ്കിലും അതൊന്നും ഒട്ടുമേൽക്കാത്ത ഒരു സാഹചര്യം. എന്തായാലും സോണിയാഗാന്ധി പരസ്യമായി മാപ്പ് പറയണമെന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണല്ലോ BJP, അല്ലെങ്കിൽ ഈ നിയമ നടപടികളിലേക്കൊക്കെ കടക്കുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ടല്ലോ. കോൺഗ്രസിന് വലിയ തലവേദനയാണ് ഇന്നലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങ് ഉണ്ടാക്കിയിട്ടുള്ളത്. ദേശീയ പതാക ഉയർത്തുന്ന ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചു. അതായത് പാർട്ടി നയം ഈ വന്ദേമാതരത്തിന്റെ 2 ചരണങ്ങൾ മാത്രം പാടുക എന്നുള്ളതാണ്. മാത്രമല്ല, കോൺഗ്രസ് ഭരിക്കുന്ന കേരളത്തിൽ ദേശീയ പതാക ഉയർത്തുന്ന ചടങ്ങിൽ വന്ദേമാതരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് പാർട്ടി ആസ്ഥാനത്ത് തന്നെ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചത്. അത് സ്വപ്ന ചൂണ്ടിക്കാട്ടിയതുപോലെ കോൺഗ്രസിന് വലിയ തലവേദനയായിരിക്കുകയാണ്. അതിന് ഏത് രീതിയിലുള്ള വാദം മുൻപോട്ട് വെക്കണം എന്നുള്ളത് നേതാക്കൾക്കിടയിൽ തന്നെ ഒരു ആശയക്കുഴപ്പമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ജയറാം രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കൾ അത്തരത്തിൽ വന്ദേമാതരം പൂർണ്ണമായും പാടുന്നത് കൊണ്ട് എന്താണ് തെറ്റ്, സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ അത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചില്ല എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള നേതാക്കൾ, മുതിർന്ന നേതാക്കൾ ഈ വന്ദേമാതരത്തെ പൂർണ്ണമായും പാടുന്നത് തടയാൻ ശ്രമിച്ചു. കോൺഗ്രസ് പ്രവർത്തകരല്ല ഈ വന്ദേമാതരം പാർട്ടി ആസ്ഥാനത്ത് പാടിയത് തുടങ്ങിയിട്ടുള്ള വാദങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഏതായാലും ഈ വിഷയത്തിൽ സോണിയാഗാന്ധി പരസ്യമായി മാപ്പ് പറയണം എന്നാണ് നിലവിൽ BJP ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് പുതിയ നിയമനിർമ്മാണം നടത്തിയ പശ്ചാത്തലത്തിൽ ദേശീയ ഗീതത്തെ അപമാനിച്ചാൽ കർശന ശിക്ഷ ഉറപ്പാക്കുന്ന ബില്ല് നേരത്തെ പാർലമെന്റ് പാസാക്കുകയും അത് രാഷ്ട്രപതി ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഈ വന്ദേമാതരത്തെ അപമാനിക്കാൻ ശ്രമിച്ചതിൽ സോണിയാഗാന്ധി പരസ്യമായി മാപ്പ് പറയണം, ഇല്ലെങ്കിൽ കേസ് നൽകുമെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ളതുമാണ് BJP നേതാക്കൾ വ്യക്തമാക്കിയത്. ഒപ്പം BJP MP നിഷികാന്ത് ദുബെ കോൺഗ്രസ് ആസ്ഥാനത്ത് ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടത്. ദേശീയ പതാക ഉയർത്തിയ ചടങ്ങിന് ശേഷം രാഹുൽ ഗാന്ധി ഈ സേവാദൾ പ്രവർത്തകരോട് ഇത്തരത്തിൽ വന്ദേമാതരം പൂർണ്ണമായും പാടുന്നത് പാർട്ടിയുടെ നയമല്ല, എന്താണ് അത് സംഭവിച്ചത് എന്ന് ചോദിക്കുന്നതിന്റെ ഓഡിയോ ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിഷികാന്ത് ദുബെ MP പുറത്തുവിട്ടിട്ടുള്ളത്. ഏതായാലും വലിയ തലവേദന കോൺഗ്രസിന് ഈ വിഷയം ഉണ്ടാക്കിയിരിക്കുകയാണ്. കേരളത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാർ ദേശീയ പതാക ഉയർത്തുന്ന ചടങ്ങിൽ വന്ദേമാതരം നിയന്ത്രിക്കുകയും വന്ദേമാതരം പൂർണ്ണമായും പാടുന്നത് ശരിയല്ല എന്ന് പാർലമെന്റിൽ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ വാദിക്കുകയും ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ പാർട്ടി ആസ്ഥാനത്ത് തന്നെ വന്ദേമാതരം പൂർണ്ണമായും പാടിയത്. അതിൽ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതിൽ സോണിയാഗാന്ധി മാപ്പ് പറയണമെന്നാണ് നിലവിൽ BJP ആവശ്യപ്പെടുന്നത്. സ്വപ്ന, വല്ലാത്തൊരു പുലിവാല തന്നെയാണ് എന്തായാലും കോൺഗ്രസ് ഇക്കാര്യത്തിൽ പിടിച്ചിരിക്കുന്നത്. നിയമ നടപടികളിലേക്കടക്കം കോൺഗ്രസ് സോണിയാഗാന്ധി അടക്കം മാപ്പ് പറഞ്ഞില്ല എങ്കിൽ നിയമ നടപടികളിലേക്കടക്കം മാറുമെന്ന ഒരു മുന്നറിയിപ്പാണ് BJP നൽകുന്നത്. എന്തായാലും ഇത് കോൺഗ്രസിൻ്റെ നയമാണ്, വന്ദേമാതരം പാടാറില്ല എന്നത് കോൺഗ്രസിൻ്റെ നയമാണെന്ന് രാഹുൽ ഗാന്ധി സേവാദൾ പ്രവർത്തകരോട് പറയുന്ന ആ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം നിഷികാന്ത് ദുബെ MP പുറത്തുവിട്ടിരുന്നു. അത് നമുക്കൊന്ന് കാണാം. They are not fully vulnerable. Our body. Not എന്തായാലും സംസ്ഥാനത്തും കേന്ദ്രത്തിലും 2 നയങ്ങൾ തന്നെയാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് പുലർത്തുന്നത് എന്ന് തോന്നുന്നു. VD സതീശൻ സർക്കാർ പൂർണ്ണമായി പാടില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പാടില്ല എന്ന് പറയുമ്പോൾ അത് പാടിക്കഴിഞ്ഞിരിക്കുന്നത്, പാടുന്നതിന് എന്താണ് കുഴപ്പമെന്നാണ് ഒടുവിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് അടക്കം പറഞ്ഞ് വെക്കുന്നത്.